അടുത്ത ഒരു അലൻ ജോസ് പെരേര എന്ന ലെവലിലോട്ട് വരുമോ അതോ ഒരു ഇന്ന് കോട്ടയത്ത് വന്നിട്ട് എന്തായിരുന്നു, ആരെ കാണാനാണ് ഇന്ന് കോട്ടയത്ത് വന്നത്? ഞാൻ ഇന്ന് കാണാൻ വന്നത് നമ്മളെ ദിവ്യ പിള്ളയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് കോട്ടയത്ത് വന്നത്. അപ്പൊ ദിവ്യ ചേച്ചിയെ കണ്ടതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയോ? പറ്റിയായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു അനുഭവമായിരുന്നു. ദിവ്യ ചേച്ചിയെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കാണാൻ പറ്റി? ഫസ്റ്റ് ടൈം കാണാൻ പറ്റി. ഫ്ലാഷ് ബാക്ക്. വിഷ്ണു എൻ്റെ വലിയൊരു ചാനൽ പറഞ്ഞു. റിയലി ഹാപ്പി. ഒരുപാട് സന്തോഷം. വിഷ്ണു, ഗോഡ് ബ്ലെസ് യു. എല്ലാവിധ ആശംസകളും ഞാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അടിപൊളിയായിട്ട് വരട്ടെ. സോ വിഷിംഗ് യു എ വെരി വെരി happy birthday. Thank you so much. Thank you. God bless you. Okay. മാവേലിക്കര എവിടെ? അമ്പലത്തിന്റെ അടുത്താണ്. ഞാൻ അവിടെ വരാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ. വീഴാതൊക്കെ നോക്കാം. ഓക്കെ. കാണാൻ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അത്രയും എനിക്ക് ഇവിടെ കോട്ടയത്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ സർവീസിന് കൊടുക്കാണ് കായംകുളത്തുനിന്ന് ഡയറക്റ്റായിട്ട് കോട്ടയത്ത് വന്നു. ഡയറക്റ്റ് അവിടുന്ന് കോട്ടയത്തോട്ട് വന്നു ദിവ്യ ചേച്ചിയെ കാണാൻ വേണ്ടി. അത് മാത്രമല്ല, ഞാൻ ദിവ്യ ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ എന്നത് ചോദിച്ചു. ഭീഷ്മർ എന്ന സിനിമയുടെ ഫസ്റ്റ് സിനിമ കാണാൻ മാഡത്തിന്റെ സിനിമ കാണാൻ ഞാൻ പോയായിരുന്നു. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ഭീഷ്മർ സിനിമ കണ്ട് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കണ്ട് ചേച്ചി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയല്ലോ, പടം ഇഷ്ടപ്പെട്ടെന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ പടം അടിപൊളി പടമായിരുന്നു. അപ്പോൾ വീട് എവിടാന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എൻ്റെ വീട് ചാരുമൂടാന്ന് പറഞ്ഞു. അപ്പം മാഡം ഇങ്ങോട്ട് തന്നെ പറഞ്ഞ് ഞാൻ മാവേലിക്കരക്കാരിയാണ്. ഞാൻ പുള്ളിക്കാരിക്ക് അറിയാം. മാവേലിക്കര മുള്ളിക്കുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ് എൻ്റെ വീടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചോദിച്ചു. അപ്പൊ ദിവ്യ ചേച്ചിയെ കണ്ടതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരു സെലിബ്രിറ്റി കൊണ്ട് എൻ്റെ ഒരു പിറന്നാൾ വിശ്വസ് ചെയ്യിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതിന്ന് സാധിച്ചു. അപ്പൊ പുള്ളിക്കാരിയും കൊണ്ട് പിറന്നാൾ വിശ്വസ് പറഞ്ഞു. അപ്പൊ പിറന്നാൾ വിശ്വസ് ചെയ്ത വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഉടനെ അത് ഇടുന്നതാണല്ലേ? ഉടനെ എന്നെ ഇടുന്നതാണ്. അത് മാത്രമല്ല, ഞാൻ മാഡത്തിനോട് കാര്യങ്ങൾ ചോദിച്ചാൽ മാഡം പറഞ്ഞ് മുള്ളിക്കുളങ്ങര അമ്പലമൊക്കെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അമ്പലത്തിൽ വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ ഒരു താല്പര്യമൊന്നും ആയിട്ടില്ല. പക്ഷേ റീൽസ് ഒക്കെ ചെയ്ത് നല്ല റീച്ച് വരുന്നുണ്ട്. നമ്മളൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 2 ദിവസം തന്നെ ഒരു മില്യൺ വ്യൂസ് എന്തോ ഒക്കെയാണ് കയറുന്നത്. ഞാൻ ആ സൂര്യയുടെ വീഡിയോ ഉണ്ടായിരുന്നു. 1 മില്യൺ അടുപ്പിച്ചുള്ള 4.7 മില്യൺ ആയിട്ടുണ്ട്. അടുത്ത ഒരു അലൻ ജോസ് പെരേര എന്ന ലെവലിലോട്ട് വരുമോ അതോ ഒരു നല്ല ഒരു ആക്ടർ എന്ന ലെവലിലോട്ട് പോകും? അലൻ ജോസ് പെരേരയെ പോലെ എനിക്ക് ആവണമെന്നില്ല. എനിക്ക് നല്ലൊരു ആക്ടർ എന്ന നിലയിലോട്ട് വരണമെന്നാണ്. നല്ല ആക്ടിങ് ചെയ്ത് നല്ല ആൾക്കാർ എത്തണമെന്നാണ് ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Instagram page. Okay.